പ്രത്യക്ഷമായിട്ട് തന്നെ ചിലപ്പോഴൊക്കെ ഒരു വലതുപക്ഷ ആക്ഷൻ റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് താങ്കൾ എന്നാണ് എങ്ങനെ തോന്നി? വയസ്സുകളൊക്കെ തോന്നായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. How do you come to that conclusion? From your social media posts. അല്ല, റൈറ്റ് വിംഗ് പോസ്റ്റ് എന്ന് പറയുന്നത് BJP എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഉത്തരം പറ. അത് പറങ്ങട്. അല്ല, റൈറ്റ് വിംഗ് എന്ന് പറഞ്ഞാൽ BJP ആവണമെന്നില്ല. പിന്നെ വാട്ട് ഈസ് ദാറ്റ്? ഒരു നമ്മൾ ഇപ്പോൾ ലിബറൽ വ്യൂസ് ഉണ്ട് നമുക്ക്, അതേസമയം നമുക്കൊരു കൺസർവേറ്റീവ് വ്യൂസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ്, ഐ മീൻ ക്യാൻ യു ബി വെരി സ്പെസിഫിക്? ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയത് BJP എന്ന രീതിയിലാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ റൈറ്റ് വിംഗ് പൊളിറ്റിക്സിൻ്റെ ഒരാളാണെന്ന് പറയുമ്പോൾ ഐ മീൻ ലൈക്ക് ഞാൻ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ഓഫ് ദി കൺട്രിക്ക് ഞാൻ ബർത്ത്ഡേ വിഷ് ഇട്ടതാണോ? ഒരു ഇൻസിഡൻറ്റ് പിൻ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഹനുമാൻ ഒരു പടം നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നായിരുന്നു. അപ്പോൾ അതിന് താഴെ മറ്റൊരു ആക്ടർ ഒരു കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഒരു സൈബർ അറ്റാക്ക് എന്നൊക്കെ വേണമെങ്കിൽ ടേം ചെയ്യാം. അപ്പം അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായി ഈ കമൻറ്റ് ഇട്ട ആൾക്ക്? അതെ. അതാണ് ഇഷ്യൂ, അതോ ഞാൻ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ പിടിച്ചു തന്ന ഇഷ്യൂ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ സാറിന് കുറേ ദിവസമായിട്ട് അന്വേഷണം നടക്കുകയാണ്, ഇപ്പോഴാണ് ഒത്തു കിട്ടിയത്. ഞാൻ പറയുന്നത്, ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എൻ്റെ വീട്ടിൽ കൃഷ്ണനും ശിവനും ഹനുമാൻ സ്വാമിയൊക്കെ, ഞാൻ ജിമ്മിൽ പോയിട്ട് മസിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ജിമ്മിൽ ഒരു വലിയ കിങ് സൈസ് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടാവും. അവിടെ പുള്ളീനെ ഒരു ഹിന്ദു ഡെമിഗോഡ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സർവീസ് പാർട്ടിയുടെ പോസ്റ്റർ ബോയ് ആയിട്ടല്ല ഞാൻ കാണുന്നത്. ഹീസ് ബീൻ സീൻ ആസ് എ ടേം ഓഫ് എന്താ പറയുക, ഫിറ്റ്നസ്, ഹെൽത്ത്, ഭയങ്കര ആ സെൻസിലാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാവരും ഒരു ജിമ്മിൽ വരുമ്പോൾ ഇയാളെ തൊഴുതിട്ട് പോകും. അവിടെ വേറെ സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫിറ്റ്നസ്സും കാര്യങ്ങളും നോക്കുന്ന ആളാണ്. ഞാൻ ടു ബി വെരി ഫ്രാങ്ക്, എൻ്റെ വീടും എൻ്റെ ചുറ്റുവട്ടം സാഹചര്യങ്ങളും ഞാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് വളർന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇയാളെ കൊണ്ട് കൊറോണ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു സില്ലി കമൻ്റായിട്ട് എടുക്കാൻ പറ്റില്ല. എനിക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് സ്പേസ്. ഞാൻ റിലീജിയസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ രീതിയിൽ ചിന്തിക്കുന്നതാണ്. ഞാനൊരു മറ്റ് മതങ്ങളെ മോശമായിട്ട് കാണുന്ന ആളൊന്നുമില്ല. ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ ഗൈ ആൻഡ് നോബഡി ഈസ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നിസ്കരിക്കുന്ന ആളോട് ചോദിക്കുമോ നിങ്ങൾ ആൻറ്റി ഹിന്ദു ആണോന്ന്? ആ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനത്തെ സാധനങ്ങളും ഓക്കെ അല്ല. ആൾക്കാരെ ഭയങ്കര ഡിസ്കംഫർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസിലാണ് ഈ ചോദ്യങ്ങൾ നിർത്തുന്നത്. ഞാനത് എന്തിനാണ് അതിന് മറുപടി കൊടുത്തതെന്ന് വെച്ചാൽ, പിന്നീട് അത്തരത്തിലുള്ള തമാശകളോ അത്തരത്തിലുള്ള ഒരു കോമഡികളോ എൻ്റെ അടുത്ത് ഒന്നും ആരും പറയാൻ പാടില്ല. ബിക്കോസ് എനിക്ക് തോന്നില്ല അത് എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ വഴിക്ക് വന്നാൽ എല്ലാവർക്കും കൊള്ളാം. സ്റ്റാൻഡ് ക്ലിയർ ആക്കായിരുന്നു. സോറി, സ്റ്റാൻഡ് ക്ലിയർ ആക്കാൻ. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. സ്റ്റാൻഡ് ക്ലിയർ ആക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ സ്പേസ് ടു മേക്ക് ക്രാക്ക് ജോക്സ്. ബിക്കോസ് എനിക്കും അറിയാം, നിങ്ങൾക്കറിയാം, എല്ലാം പഠിപ്പും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. കൊറോണ ഇങ്ങനെയൊന്നും അല്ല മാറാൻ പോകുന്നത്. കൊറോണ മാറാനാണ് വാക്സിനേഷനും മാസ്കും ഒക്കെ. അതിൻ്റെ ഇടയ്ക്ക് വാട്ട് ട്രിഗർഡ് ദാറ്റ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ? അപ്പോൾ പ്രോബ്ലം എൻ്റേതാണോ അതോ ഈ വ്യക്തിയുടെ ആണോ? പക്ഷെ നിങ്ങൾക്ക് ആ കമൻറ്റ് പോലും ഇഗ്നോർ ചെയ്തിട്ട് പിന്നീട് ആ വ്യക്തിക്ക് ഉണ്ടായ എന്ത് ഇഷ്യൂ എന്ന് എനിക്ക് പോലും അറിയില്ല. എനിക്ക് വേണ്ടി ആരാണ് പുള്ളീനെ ത്രെട്ടൻ ചെയ്ത് എനിക്കറിയില്ല. ഐ ഡോണ്ട് ഗോ ഇൻ ടു ദാറ്റ്. ഞാനൊരു ആക്ടറാണ്, ഞാൻ ആക്ടിങ് ചെയ്യും, ഞാൻ പോകുന്നു. എനിക്കങ്ങനെ പൊളിറ്റിക്കൽ അഫിലിമേഷനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അംബിഷൻസ് ഇപ്പോൾ വെച്ച് നടക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ്സ് എ നോർമൽ തിങ്.